ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പിസോഡിൽ നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ദൈവം കാണേണ്ടത് ചങ്കാണ്, ചന്തിയല്ല. ചന്തി എന്ന് പറയുമ്പോൾ അറിയാം പിൻഭാഗം. അതല്ല, ദൈവത്തെ നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ ചങ്ക്, നമ്മുടെ ഫേസ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ യൂദാഭവനം പെരുമാറിയതിനെ കുറിച്ച് വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എസെക്കിയേൽ 8:16 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, അവര് ദേവാലയത്തിന് പുറംതിരിഞ്ഞ് അവര് സൂര്യനെ നോക്കി സൂര്യ നമസ്കാരം ചെയ്തു. സൂര്യന് മുഖം കൊടുത്തു, ചങ്ക് സൂര്യന്റെ നേരെ തിരിഞ്ഞു നിൽക്കുന്നു. പക്ഷെ അവരുടെ പിൻഭാഗം അതായിരുന്നു ദേവാലയത്തിലേക്ക് തിരിഞ്ഞു നിന്നത്. അതൊരു കടുത്ത മ്ലേച്ഛതയായിട്ട് കർത്താവിന്റെ വചനം എടുത്തു കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വചനഭാഗം, പുറപ്പാട് പുസ്തകം 33-23 വചനം എടുക്കുമ്പോൾ ദൈവം മോശയ്ക്ക് കൊടുത്ത ഒരു ആനുകൂല്യം നമുക്ക് കാണാൻ പറ്റും. നിനക്ക് ഞാൻ എന്നെ കാണാനുള്ള ഒരു ഭാഗ്യം തരാം, പക്ഷെ എൻ്റെ മുൻഭാഗം നീ കാണില്ല, ഞാൻ കൈകൊണ്ട് മറച്ചിരിക്കും. നിന്നെ കടന്നു പോകുമ്പോൾ എൻ്റെ പിൻഭാഗം കാണാനായിട്ട് നിനക്ക് ഒരു ഭാഗ്യം തരാം, ഒരവസരം തരാം. അങ്ങനെ ദൈവത്തെ കാണുന്ന മോശയെക്കുറിച്ച് ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ചങ്കാണ്, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ മുഖമാണ് എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. നമുക്കറിയാലോ, സുഭാഷിതങ്ങൾ 16:2, 17:3 ഇതെല്ലാം വായിക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: കർത്താവ് ഹൃദയം പരിശോധിക്കുന്നവൻ, ചങ്ക് നോക്കുന്നവനാണ്. നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ ചങ്കാണ്. ദൈവം നമ്മുടെ ചങ്ക് കണ്ട, ചങ്കിൽ ദൈവത്തിന് സ്ഥാനമുണ്ട്, ദൈവത്തോട് സ്നേഹമുണ്ട് എന്നുള്ള ആ ഒരു കാര്യമാണ് കർത്താവ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കിയാൽ അങ്ങനെയുള്ളവർ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളത് നാം തിരിച്ചറിയണം. 1 സാമുവേൽ 16 വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്: മനുഷ്യർ ബാഹ്യഭാവം നോക്കും, കർത്താവ് ആന്തരിക ഭാവം. കർത്താവ് നോക്കുന്നത് ആന്തരിക ഭാവമാണ് എന്നുള്ളത് കർത്താവിന്റെ വചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യെസയുടെ കുടുംബത്തിലേക്ക് സാമുവേലിനെ ദൈവം അയച്ചു. അവന്റെ മക്കളിൽ ഒരാളെ ഞാൻ രാജാവായിട്ട് അഭിഷേകം ചെയ്തു ഉയർത്തും. അവൻ വന്ന് കാര്യം പറഞ്ഞപ്പോഴേ അഭിനാദാവിനെ ആദ്യം കൊണ്ടുവന്നു. കണ്ടാൽ നല്ല മിടുക്കൻ, ഹൈറ്റും വെയിറ്റും നെഞ്ചുവിരും എല്ലാം ഉണ്ട്, രാജാവാക്കാൻ പറ്റിയ ആള്. പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യം, അവനല്ല രാജാവാകേണ്ടത്. അങ്ങനെ വീട്ടുകാരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് അവസാനം ദാവീദിനെ രാജാവായിട്ട് ഉയർത്തുന്നത് കാണാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്: മനുഷ്യർ ബാഹ്യഭാവം നോക്കും, കർത്താവ് ഹൃദയഭാവം. ഈ ഹൃദയമാണ് ദൈവം കാണേണ്ടത്, ഈ ഹൃദയമാണ് ദൈവത്തെ കാണിക്കേണ്ടത്. അവിടെയാണ് ദൈവത്തോട് സ്നേഹം ഉണ്ടാകേണ്ടത് എന്ന കാര്യം ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, മനുഷ്യർ ദൈവത്തെ കാട്ടേണ്ടത് ചങ്കാണ്, ചന്തിയല്ല, പിൻഭാഗമല്ല. നമ്മുടെ മുഖം, നമ്മുടെ ചങ്ക് അതാണെന്ന് കർത്താവിന്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എസെക്കിയേലിന്റെ പുസ്തകം 8 സമയം പോലെ ഒന്ന് വായിച്ചാൽ മതി. പ്രത്യേകിച്ച് 16 വചനത്തിലേക്ക് വരുമ്പോൾ യൂദാഭവനത്തെക്കുറിച്ച് കർത്താവ് എടുത്തു പറയുന്ന ഒരു മ്ലേച്ഛത, അതും കടുത്ത മ്ലേച്ഛത. എന്തായിരുന്നു അത്? ദൈവത്തിന് പുറംതിരിഞ്ഞ്, ആലയത്തിന് പുറംതിരിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പുറംതിരിഞ്ഞ് സൂര്യ നമസ്കാരം. ദൈവം അനുഗ്രഹിക്കുന്നതിനേക്കാൾ സൂര്യനെ നമസ്കരിച്ചാൽ കാര്യം നടക്കും എന്നുള്ള ആ ഒരു ചിന്തയിൽ അവർ ആ ഒരു പ്രവൃത്തി ചെയ്തത്. ദൈവത്തോടുള്ള ഒരു അവിശ്വസ്തത, വിശ്വാസം ബലികഴിക്കുന്ന ഒരു രംഗം, അതാണ് ഇവിടെ നമ്മൾ കാണുക. അതുകൊണ്ടാണ് കടുത്ത മ്ലേച്ഛതയായിട്ട് കർത്താവ് എടുത്തു കാണിക്കുന്നത്. ഇതിന്റെ വെളിച്ചത്തിൽ നമുക്ക് ചില ഗണം ആൾക്കാരെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ചില പ്രത്യേക സ്വഭാവ രീതികളുള്ള വ്യക്തികൾ, അവർക്കൊക്കെ തിരുത്തേണ്ടതായ ചില കാര്യങ്ങളുണ്ട്, തിരുത്താൻ തയ്യാറാകണം. ഒന്ന്, ഈ ചങ്കിൽ നിന്നല്ലാത്ത അതരസേവ നടത്തുന്ന വ്യക്തികൾ, പ്രാർത്ഥനക്കാരെന്ന് പറയും. ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലുന്നവരാണ്, പക്ഷെ അതൊന്നും ചങ്കിന്ന് വരുന്നതല്ല, ഹൃദയ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുന്നതല്ല. മത്തായി 6 വചനം എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഹൃദയ സാന്നിധ്യം പ്രാർത്ഥനയിൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരുപാട് വാക്കുകൾ അതിന്റെ ആവശ്യമില്ല, ദൈവത്തിന് അറിയില്ലാത്ത ഒരു കാര്യമില്ല. അതുകൊണ്ട് ദൈവത്തെ പറഞ്ഞറിയിക്കാൻ എന്ന രീതിയിൽ അതിഭാഷണം അതിന്റെ ആവശ്യമില്ല എന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ കാതലായ അർത്ഥം ഇതാണ്: ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയരണം. മത്തായി 15:8-9 വചനങ്ങള് അതില്ലാത്ത അതരസേവയെ കർത്താവ് കുറ്റപ്പെടുത്തി പറയാണ്, വ്യർത്ഥമായി അവരെന്നെ ആരാധിക്കുന്നു. രണ്ടാമത് നമുക്ക് കാണിച്ചായിരിക്കും ഹൃദയത്തിൽ നിന്നല്ലാത്ത ക്ഷമ, ഹൃദയത്തിൽ നിന്നല്ലാത്ത പ്രാർത്ഥന പോലെ തന്നെ ഹൃദയം കൊണ്ടല്ലാത്ത ക്ഷമ നമുക്ക് വേണമെങ്കിൽ നടത്താൻ പറ്റും. ചിലര് ഒഴുക്കം മട്ടില്ല, ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം. ശരിക്കും
ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ക്ഷമാപണം അല്ല എന്ന് നമുക്ക് അത് കേൾക്കുമ്പോഴേ അറിയാം. മത്തായി 18:35 വായിക്കുമ്പോൾ ഹൃദയം കൊണ്ടല്ലാത്ത ക്ഷമ അത് വ്യർത്ഥമാണ് എന്നുള്ളത് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുക. ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ അതുപോലെ തന്നെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് പെരുമാറും. മൂന്നാമത്തെ ഒരു ഗണം എന്ന് പറഞ്ഞാൽ ഈ ഹൃദയ സാന്നിധ്യം, ഹൃദയത്തിൽ ഒന്നുമില്ലാതെ മധുരവാക്ക് പറയും. നമുക്ക് വേണമെങ്കിൽ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കാതെ കൂടെ ലോഡ് ഐ ലവ് യു, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, പഞ്ചാര വർത്താനം പറയാം. അത് മനുഷ്യരോടാണേലും ദൈവത്തോടാണേലും ആ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക. അല്ലെങ്കിൽ ഇസ്രായേൽക്കാരെ കുറിച്ച് കർത്താവ് പറഞ്ഞ പോലെ തന്നെ ജെറമിയ 12:2 വായിച്ചാൽ കാണാൻ പറ്റും, ഇവരുടെ അധരത്തിൽ ഞാനുണ്ട്, പക്ഷെ അവരുടെ ഹൃദയത്തിൽ ഞാനില്ല. മറ്റൊരു ഗണത്തെ കാണാൻ സാധിക്കും, ഈ വകതിരിവില്ലാതെ പെരുമാറുന്ന വ്യക്തികൾ, പക്ഷെ അവർക്ക് സൗന്ദര്യം ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. വചനം വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. സുഭാഷിതങ്ങൾ 11:22 അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? വകതിരിവില്ലാത്ത സുന്ദരി ഈ പന്നിയുടെ മൂക്കുത്തിക്ക് സമാനമാണ്. നമുക്കറിയാലോ, പന്നിയുടെ മൂക്കുത്തി അതിനെന്നാ വിലയാ നമ്മൾ കൽപ്പിക്കുക? ഏതാണ്ട് അതുപോലെയാണ്. സൗന്ദര്യമുണ്ടോ? സൗന്ദര്യമുണ്ട്, വകതിരിവില്ല. വകതിരിവാണ് സൗന്ദര്യത്തെക്കാൾ പ്രധാനപ്പെട്ടത്. അത് നഷ്ടമാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമല്ല നമ്മൾ നയിക്കേണ്ടത് എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കാൻ. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവമക്കൾ നടക്കേണ്ടത് പിന്നോട്ടല്ല മുമ്പോട്ടാണ്. അപ്പോൾ ദൈവത്തെ കാണിക്കേണ്ടത് ചങ്കാണ്, ചന്തിയല്ല എന്നുള്ളത് നാം തിരിച്ചറിഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ദൈവമക്കൾ നടക്കേണ്ടത് മുമ്പോട്ടാണ്, പിന്നോട്ടല്ല. ജെറമിയ 7:24 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയ്ക്കനുസരിച്ച് നിങ്ങൾ പെരുമാറുമ്പോൾ നിങ്ങളുടെ നടപ്പ് മുമ്പോട്ടല്ല പിന്നോട്ടാണ്. വചനമനുസരിച്ചും ആത്മാവ് തരുന്ന പ്രചോദനം അനുസരിച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ അത് മുമ്പോട്ടുള്ള ഒരു നടപ്പാണ്, പിന്നോട്ടല്ല. അപ്പോസ്തല പ്രവർത്തനങ്ങള് 20:22 മുതൽ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്, എത്ര വലിയ സഹനം എന്റെ മുമ്പിൽ ഞാൻ കണ്ടാലും അതിന്റെ പേര് പറഞ്ഞ് പുറകോട്ട് ഞാൻ ഓടത്തില്ല. എന്റെ യാത്ര എപ്പോഴും മുമ്പോട്ടായിരിക്കും. സഹിക്കേണ്ടി വന്നാൽ സഹിക്കും, മരിക്കേണ്ടി വന്നാൽ അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാകും, ജയിലിൽ കിടക്കണോ അതിന് ഞാൻ തയ്യാറാകും. അങ്ങനെ പറയുന്ന പൗലോസിനെ കാണാൻ പറ്റും. അവന്റെയൊക്കെ നടപ്പും ഓട്ടവും മുമ്പോട്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാലാമതൊരു കാര്യം, ഈ പിന്നോട്ട് നടക്കുന്നവരാരാ? മുന്നോട്ട് നടന്ന പൗലോസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ആരാണ് പിന്നോട്ട് നടക്കുന്നവര്? ദൈവനിഷേധികൾ. അവർ പിന്നോട്ട് നടക്കുന്നവരാണ്. അതുപോലെ തന്നെ ജഡത്തിൽ ശരണം വെച്ച് ജീവിക്കുന്ന വ്യക്തികൾ. നമ്മള് ജഡത്തിൽ ശരണം വെക്കാത്തവരാണെങ്കിൽ ദൈവത്തിന്റെ യഥാർത്ഥ മക്കള്, ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളുടെ ഗണത്തിൽപ്പെടും. മറ്റൊന്ന്, ലോകത്തെ സ്നേഹിക്കുന്നവര്. ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. അതൊന്നും അനുസരിക്കാതെ ലോകത്തെ സ്നേഹിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നമ്മുടെ നടപ്പ് പുറകോട്ടാണ്, മുമ്പോട്ടല്ല. ആരാണ് മുമ്പോട്ട് നടക്കുന്നവര്? അതും വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 1-2 വചനങ്ങൾ എടുത്താൽ മതി. റോമാ 8:35 ആ വചനഭാഗം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? പൗലോസ് പറയാ, സഹനമോ പീഡനമോ പട്ടിണിയോ പഞ്ഞമോ ആപത്തോ നഗ്നതയോ വാളോ ഈ ലോകത്തിനോ മരണത്തിനോ ഒന്നും പറ്റില്ല ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ അകറ്റാൻ. അവർ മുമ്പോട്ട് നടക്കുന്നവരാണ്. അവരുടെ യാത്ര മുമ്പോട്ടാണ്, സ്വർഗത്തിലേക്കാണ്. അപ്പോസ്തല പ്രവർത്തനം 13:50 മുതൽ 52 വരെ വായിച്ചാൽ പൗലോസും ബർന്നബാസും ഒരുപാട് സഹനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അവരാത്മാവിൽ ആനന്ദിച്ച് മുമ്പോട്ട് യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കാഴ്ചപ്പാട് കിട്ടി യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.